നമസ്കാരം. ഇന്ത്യയുടെ 16ാമത് ഉപരാഷ്ട്രപതിയെ നാളെ അറിയാം. ഇന്ത്യൻ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324(1) അനുസരിച്ച് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടവും നടത്തിപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആക്ട് 1952, പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ റൂൾസ് 1974 എന്നിവയാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ നിയന്ത്രിക്കുന്നത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ടതും നോമിനേറ്റ് ചെയ്യപ്പെട്ടതുമായ എല്ലാ അംഗങ്ങളും ചേർന്നതാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജ്. സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നിർദ്ദേശങ്ങൾ അംഗങ്ങൾ പാലിക്കണമെങ്കിലും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അത് നിർബന്ധമല്ല. അവർക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്യാം. 1952 നിയമം അനുസരിച്ചുള്ള ഒറ്റ കൈമാറ്റ വോട്ട് വഴിയുള്ള ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രഹസ്യ ബാലറ്റിലൂടെ ആയിരിക്കും വോട്ടിംഗ്. ഒരു രാഷ്ട്രപതി രാജിവെച്ചാൽ ഉപരാഷ്ട്രപതിയാണ് ആക്ടിംഗ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പക്ഷേ നിലവിലുള്ള ഉപരാഷ്ട്രപതിയാണ് ഇടക്കാലത്ത് രാജിവെക്കുന്നതെങ്കിൽ ആക്ടിംഗ് വൈസ് പ്രസിഡന്റിനെ നിയമിക്കുന്ന ഒരു വ്യവസ്ഥയും നിലവിലില്ല. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ കൂടിയായതിനാൽ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് വരെ ആ ചുമതലകൾ ഡെപ്യൂട്ടി ചെയർമാനിൽ സ്വയമേവ നിക്ഷിപ്തമായിരിക്കും. ഇടക്കാലത്ത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് സഭയുടെ അധ്യക്ഷനാകുകയായിരുന്നു. പാർലമെന്ററി ചടങ്ങുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു താൽക്കാലിക ക്രമീകരണമാണിത്. ഉപരാഷ്ട്രപതിയുടെ പദവിയോ അധികാരങ്ങളോ ഡെപ്യൂട്ടി ചെയർമാനില്ല. എത്രയും വേഗം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും ഭരണഘടന മുന്നോട്ട് വെക്കുന്നുമില്ല. മറ്റ് തിരഞ്ഞെടുപ്പുകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കുറച്ചുകൂടി ലളിതമാണ്. എങ്ങനെയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്നും പരിശോധിക്കാം. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രൽ കോളേജ് നടത്തുന്ന തിരഞ്ഞെടുപ്പിലൂടെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെന്റ് എംപിമാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ. സംസ്ഥാന നിയമസഭകളിലെ MLA-മാർക്ക് വോട്ടിങ്ങിന് അനുമതിയില്ല. രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് നടത്തുന്നത്. ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ഒരു പാർട്ടി വിപ്പിനും വിധേയരല്ല. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന് സമാനമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ. പക്ഷേ ഇലക്ട്രൽ കോളേജ് വ്യത്യസ്തമാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമല്ല. കൂടാതെ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പങ്കും വഹിക്കാനില്ല. അവിടെ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമാണ്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥി ഇന്ത്യൻ പൗരനായിരിക്കണം. കുറഞ്ഞത് 35 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. രാജ്യസഭാ അംഗമായിരിക്കണം. മറ്റു വരുമാന പദവികൾ വഹിക്കരുത് എന്നീ നിബന്ധനകളാണ് ഉള്ളത്. നാമനിർദ്ദേശ പത്രികയിൽ കുറഞ്ഞത് 20 ഇലക്ടർമാർ പ്രപ്പോസർമാരായും 20 ഇലക്ടർമാർ സെക്കൻഡർമാരായും ഒപ്പിടണം. ഉപരാഷ്ട്രപതിക്ക് 5 വർഷത്തെ കാലാവധിയാണുള്ളത്. എന്നാൽ കാലാവധി അവസാനിച്ചതിന് ശേഷവും പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത് വരെ അദ്ദേഹത്തിന് തുടരാം. ഒരാൾക്ക് ഉപരാഷ്ട്രപതിയായി സേവനമനുഷ്ഠിക്കാവുന്ന തവണകളുടെ എണ്ണം ഭരണഘടന പരിമിതപ്പെടുത്തിയിട്ടില്ല. അതിനാൽ ഒരു മുൻ ഉപരാഷ്ട്രപതിക്ക് വീണ്ടും മത്സരിക്കാനും അർഹതയുണ്ട്. ഒരു തവണ കാലാവധി പൂർത്തിയാക്കിയ ഉടൻ അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം നിർദ്ദിഷ്ട പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവർക്ക് ഒന്നിലധികം തവണ സേവനമനുഷ്ഠിക്കാം. എസ് രാധാകൃഷ്ണൻ, മുഹമ്മദ് ഹമീദ് അൻസാരി എന്നിവർ തുടർച്ചയായി 2 തവണ അധികാരത്തിൽ സേവനമനുഷ്ഠിച്ചവരാണ്. രാഷ്ട്രപതിക്ക് ശേഷം ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഭരണഘടനാ പദവിയാണ് വൈസ് പ്രസിഡന്റേത്. രാഷ്ട്രപതി സ്ഥാനത്തിന് ശേഷമുള്ള ആദ്യ സ്ഥാനമാണിത്. രാഷ്ട്രപതിക്ക് ഏതെങ്കിലും കാരണത്താൽ പ്രവർത്തിക്കാൻ കഴിയാത്തപ്പോൾ പരമാവധി 6 മാസം വരെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു. രാഷ്ട്രപതിയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ രാജ്യസഭാ അധ്യക്ഷന്റെ ചുമതലകൾ വൈസ് പ്രസിഡന്റ് നിർവഹിക്കുന്നില്ല. ഉപരാഷ്ട്രപതിയെ പാർലമെന്റ് അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനാൽ NDAക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയും. 2 സഭകളുടെ നിലവിലെ സംയുക്ത ശക്തി 786 ആണ്. 6 ഒഴിവുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ 100% പോളിംഗ് ഉണ്ടെന്ന് അനുമാനിക്കുകയാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ 394 വോട്ടുകൾ ആവശ്യമാണ്. NDAക്ക് ലോക്സഭയിൽ 293 MPമാരും രാജ്യസഭയിൽ 129 MPമാരുമുണ്ട്. ഇത് രണ്ടും കൂടിയാകുമ്പോൾ തന്നെ 422 വോട്ടുകളുടെ പിൻബലമാകും. ആവശ്യമായ കണക്കിനേക്കാൾ വളരെ കൂടുതലാണിത്. 2 ദക്ഷിണേന്ത്യക്കാർ തമ്മിലാണ് പോരാട്ടം എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. തമിഴ്നാട് സ്വദേശിയായ RSS നേതാവ് CP രാധാകൃഷ്ണന്റെ വിജയം ഉറപ്പാണ്. തമിഴ്നാട് BJP ഏറെ മോഹിക്കുന്ന ദക്ഷിണേന്ത്യൻ മണ്ണാണ്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കടക്കുന്നു. CP രാധാകൃഷ്ണൻ എന്ന CPR-നെ ഉപരാഷ്ട്രപതിയാക്കുന്നതിലൂടെ ഒരു വെടിക്ക് 2 പക്ഷി എന്നാണ് BJPയുടെ കണക്കൂട്ടൽ. ദ്രാവിഡ മക്കളെയും RSS-നെയും ഒരുപോലെ സന്തോഷിപ്പിക്കാം. ആശയപരമായ പോരാട്ടമെന്ന് പറയുമ്പോഴും അഭിവക്ത ആന്ധ്രയിൽ ജനിച്ച സുദർശൻ റെഡ്ഡിയെ കളത്തിലിറക്കി NDAയുടെ മുഖ്യ ഘടകകക്ഷിയായ TDP-യെയും YSRCP-യെയും സമ്മർദ്ദത്തിലാക്കാനായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം. പ്രാദേശികവാദത്തിനപ്പുറം രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്നാണ് തമിഴ്നാട് ആന്ധ്ര MPമാർ പറയുന്നത്. അതിനാൽ തന്നെ CP രാധാകൃഷ്ണൻ 15ാമത് ഉപരാഷ്ട്രപതിയാവുമെന്ന് ഉറപ്പ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള 6ാമത്തെ ഉപരാഷ്ട്രപതി.